നിങ്ങൾ ഹോളോ ബ്ലോക്ക് മെഷീൻ അതേപോലെ തന്നെ കോൺക്രീറ്റ് മിക്സിംഗ് മെഷീനൊക്കെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഒരു ബെസ്റ്റ് സ്ഥലമാണ് നമ്മുടെ കോയമ്പത്തൂർ അന്നൂരിനടുത്തുള്ള ശ്രീ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഈ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റ്. ഞാനിപ്പോൾ ഉള്ളത് ഇവരുടെ മാനുഫാക്ചറിംഗ് യൂണിറ്റിലാണ്. ഇവരുടെ അടുത്ത് എല്ലാ ടൈപ്പ് ഹോളോ ബ്ലോക്ക് മേക്ക് ചെയ്യുന്ന മെഷീനറീസും ഉണ്ട്, അതേപോലെ തന്നെ മിക്സിംഗ് മെഷീനറീസും ഉണ്ട്. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ മെഷീനറീസും ഇവരുടെ അടുത്ത് അവൈലബിൾ ആണ്. കോയമ്പത്തൂരിലാണ് ഇവരുടെ സ്ഥാപനം ഉള്ളത്. A to Z ഇവിടെയാണ് ഇവർ മാനുഫാക്ചർ ചെയ്യുന്നത്. ഒന്നും പുറത്തുനിന്ന് വരുന്നില്ല. ഇവരുടെ അടുത്ത് ഒരുപാട് മെഷീനറീസ് അവൈലബിൾ ആണ്. ഇതിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഇവരുടെ എഞ്ചിനീയർ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. നിങ്ങൾ ഈ ഹോളോ ബ്ലോക്ക് മെഷീൻ ഉണ്ടാക്കുന്ന സ്ഥാപനങ്ങൾ ഉള്ളവരാണെങ്കിൽ, നിങ്ങൾ പുതിയ മെഷീനോ അതല്ലെങ്കിൽ മെഷീൻ അപ്ഗ്രേഡ് ചെയ്യാനൊക്കെ നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ബെസ്റ്റ് സ്ഥാപനമാണ്. ഇവരുടെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇവരുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ മെഷീനറീസ് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. എല്ലാവർക്കും നമസ്കാരം. ഇത് ശ്രീ എഞ്ചിനീയറിംഗ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വന്നിട്ട് ഹോളോ ബ്ലോക്ക് മേക്കിംഗ് മെഷീൻ, കട്ടയടിക്കുന്ന മെഷീനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതെല്ലാം കട്ടയടിക്കുന്ന മെഷീനുകളാണ്. ഇതൊക്കെ കട്ടയടിക്കുന്ന മെഷീൻ. ഇതിൽ ഒരുപാട് വെറൈറ്റീസും ഉണ്ട്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കാണാം. ഓക്കെ, ഇതിന്റെ പ്രത്യേകത പറയും. ഇത് വന്നിട്ട് 1060 മോഡൽ എന്ന് പറയും. 1060 മോഡൽ എന്ന് പറയുമ്പോൾ ട്രിപ്പിൾ വൈബ്രേറ്റർ മോഡലാണ്. ഇത് ഈ പണ്ടത്തെ പോലെ പൊക്കി അടിക്കേണ്ട ആവശ്യം, ഒറ്റ പ്രസ്സിംഗ് ടൈപ്പ്. ഇതിൽ 4 ഇഞ്ചിന്റെ 10 കട്ട വരും, 6 ഇഞ്ചിന്റെ 7 കട്ട വരും, 8 ഇഞ്ചിന്റെ 5 എണ്ണം കട്ട, നല്ല ഹെവി ആയി. അപ്പൊ ഇതൊരു മോഡലാണ്. ഇതിന്റെ അടുത്ത മോഡൽ നോക്കുമ്പോൾ 860 ട്രിപ്പിൾ വൈബ്രേറ്റർ മോഡൽ. ഈ മെഷീൻ ഇത് വന്നിട്ട് 6 ഇഞ്ചിൽ 5 കട്ട പോകും, 4 ഇഞ്ചിൽ 8 എണ്ണം വരും, 8 ഇഞ്ചിൽ 4 എണ്ണം. ഇതിന്റെ കൂടെ നമ്മൾ ബ്ലോക്ക് എല്ലാം കൊടുക്കും. അതെ, എല്ലാം കൊടുക്കും. സെറ്റ് പാക്കേജ് അടക്കം വരും. മെഷീനും മോൾഡ് മിക്സറും ട്രോളി, കട്ട കൊണ്ടുപോകുന്ന ട്രോളി എല്ലാം വരും. എല്ലാം ഒരു കോംബോ പാക്കേജ് ആയിട്ട്. ഇതും 860 ട്രിപ്പിൾ വൈബ്രേറ്റർ. ഇത് രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? കളറിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. കസ്റ്റമർ ഏത് കളർ വേണോ നമ്മൾ അത് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റിയും കൊടുക്കും. ഇത് വന്നിട്ട് 1060 5 വൈബ്രേറ്റർ ആണ്. ഇത് ഇനിയും കുറച്ചും കൂടി കട്ടയ്ക്ക് നല്ല പാക്ക്, എല്ലാ ഭാഗത്തുനിന്ന് വൈബ്രേഷൻ കിട്ടുമ്പോൾ കട്ട നല്ലോണം പാക്ക് ആവും. അതാണ് ഇതിന്റെ പ്രത്യേകത. നല്ല ഹെവി ആയിരിക്കും. അത് വന്നിട്ട് 860 5 വൈബ്രേറ്റർ. ഇത് ഇനിയും കോമ്പാക്ട് ആയിരിക്കും മെഷീൻ, പക്ഷെ കട്ടയുടെ സ്ട്രെങ്ത് കൂടുതലായിരിക്കും. ചെറിയ മെഷീനാണ്, പക്ഷെ സ്ട്രോങ് ആയിരിക്കും. ഇത് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമാണ്. ഈ പൊക്കി തിരിക്കുമ്പോഴേ ഈ ലൈൻ ഇങ്ങനെ അടിച്ചുകൊണ്ട് പോകും, പൊക്കി തിരിക്കുമ്പോൾ എളുപ്പമായിരിക്കും. അപ്പൊ ഇതാണ് ഇപ്പോ മാർക്കറ്റിൽ ട്രെൻഡ്. ഇതാണ് അപ്പൊ ഇതൊക്കെ അസംബ്ലിംഗ് ഏരിയ. മെഷീൻ പൗഡർ കോട്ടിംഗ് ആയ ശേഷം ഈ സെക്ഷനിൽ വരും. ഇവിടെ വന്നിട്ട് അസംബ്ലിംഗ് ആവും. ഇവിടെ മോട്ടോർ പിടിപ്പിക്കുന്നതും ഡൈ പിടിപ്പിക്കുന്ന ഏരിയ ആണ്. മൊത്തം അസംബ്ലി സെക്ഷൻ ആണ്. ഇത് വന്നിട്ട് പാർക്കിംഗ് ടൈൽസിന്റെ പേവർ ബ്ലോക്ക് മെഷീൻ എന്ന് പറയും. അതിന്റെ മെഷീനറി സെറ്റ് ആണ്. 2 ടേബിൾ, 10 അടി നീളം, 3 അടി വീതിയിൽ 2 ടേബിൾ വരും. പിന്നെ ഇത് വന്നിട്ട് ഫസ്റ്റ് ലെയറിന്റെ കളർ മിക്സർ ആണ്. 100 kg കപ്പാസിറ്റിയുള്ള കളർ മിക്സർ. ഇതൊക്കെ വന്നിട്ട് കോൺക്രീറ്റ് മിക്സർ ആണ്. സെക്കൻഡ് ലെയറിന് ഉപയോഗിക്കുന്ന കോൺക്രീറ്റ് മിക്സർ ആണ്. കോൺക്രീറ്റ് പാൻ മിക്സർ ആണ്. ഇത് ഹോപ്പർ ഇല്ലാതെയും അത് ഹോപ്പർ വെച്ചിട്ടുമാണ്. ഫ്ലൈ ആഷ് ബ്രിക്ക് മേക്കിംഗിന്റെ സെക്ഷൻ ആണ്. ഫ്ലൈ ആഷ് എന്ന് പറയുന്നത് ഈ തെർമൽ പവർ പ്ലാന്റിന്റെ വേസ്റ്റ് വെച്ച് ചെയ്യുന്നതാണ്. തെർമൽ പവർ പ്ലാന്റിൽ നിന്ന് കിട്ടുന്ന വേസ്റ്റ് വെച്ച് ചെയ്യുന്ന ബ്രിക്ക് ആണിത്. സിമെന്റ് ബ്രിക്ക് എന്നും പറയും, ഫ്ലൈ ആഷ് ബ്രിക്ക് എന്നും പറയും. അതിൽ കുറേ മോഡൽ. സ്റ്റാർട്ടിംഗ് മോഡൽ വന്ന് 4 കട്ടടയാണ്. ഒറ്റ പ്രസ്സിന് 4 കട്ട വരും. ഒരു ദിവസത്തേക്ക് ഒരു 5000 കട്ട വരും. ഇതിൽ പിന്നെ 8 കട്ട ഉണ്ട്, 10 ഉണ്ട്, 12 ഉണ്ട്. ഈ കുറേ വെറൈറ്റീസ് ഉണ്ട്. നല്ല ഹെവി ടണ്ണേജ് പ്രസ്സിംഗ് ആയിരിക്കും. ഫ്ലൈ ആഷിന്റെ ഫ്രെയിമിംഗ് ഏരിയ ആണ്, സ്ട്രക്ചർ ഫ്രെയിമിംഗ് ഏരിയ ആണ്. ഇത് കഴിഞ്ഞതും മിഗ് വെൽഡിംഗ് സെക്ഷന് ഇവിടുന്ന് നമ്മൾ കൊണ്ടുപോകും. ഫ്രെയിമിംഗ് സെക്ഷനിൽ മിഗ് വെൽഡിംഗ് സെക്ഷൻ വന്നിട്ട് മിഗ് വെൽഡിംഗ് കഴിഞ്ഞിട്ട് ഇവിടുന്ന് അസംബ്ലിംഗ് സെക്ഷനിലേക്ക് പോകും. ഇത് വന്നിട്ട് ഡൈ സെക്ഷൻ ഏരിയ ആണ്. അപ്പൊ ഇവിടെ കസ്റ്റമറിന് ഏത് ഡൈ ആവശ്യമുണ്ടോ അത് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. സോളിഡ് ആണെങ്കിൽ സോളിഡ്, ഹോളോ ആണെങ്കിൽ ഹോളോ, പൈപ്പ് ഹോൾ ആണെങ്കിൽ പൈപ്പ് ഹോൾ. അത് നമുക്ക് കസ്റ്റമറിന് എന്ത് റിക്വയർമെന്റ് ആണോ അത് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഈ ഡൈയിന്റെ പ്ലേറ്റ്സ് ഒക്കെ നല്ല ഹെവി പ്ലേറ്റ്സ് ആണ്. മൊത്തം ലേസർ കട്ടാണ്. ലേസർ കട്ട് എന്ന് പറയുമ്പോൾ ഫിനിഷിംഗ് വന്നിട്ട് നല്ല ഫിനിഷിംഗ് ആയിരിക്കും, പെർഫെക്റ്റ് ഫിനിഷിംഗ് ആയിരിക്കും. അവർ എന്ത് സൈസ് ചോദിക്കണോ ആ സൈസിൽ അവർക്ക് ഔട്ട്പുട്ട് കിട്ടും. അതാണ് ലേസർ കട്ടിങ്ങിന്റെ പ്രത്യേകത. ഇത് ലേസർ കട്ടിങ് ഏരിയ ആണ്. മൊത്തം നമ്മുടെ അടുത്ത് 4 ലേസർ കട്ടിങ്ങിന്റെ മെഷീൻ ഉണ്ട്. നമ്മുടെ അടുത്തുള്ള എല്ലാ പ്ലേറ്റും ടാറ്റ സ്റ്റീലും വൈസാഖ് ചാനലാണ്. അത് മാത്രമേ നമ്മൾ ഉപയോഗിക്കുള്ളൂ. അത് മൊത്തം ഇവിടെ സ്റ്റീലായിട്ട് വന്നിട്ട് ഇവിടെ കട്ടിങ് ഏരിയ മൊത്തം ലേസറിൽ കട്ടായിട്ടാണ് നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് കൊണ്ടുപോകും. സാർ ഇത് മിക്സറിന്റെ ഏരിയ ആണ്. ഇവിടെയാണ് മൊത്തം മിക്സറിന്റെ നമ്മുടെ സെറ്റപ്പ് മൊത്തം ഇവിടെയാണ്. മിക്സറിന്റെ ഫ്രെയിമും മിക്സറിന്റെ അസംബ്ലിംഗ് ഏരിയ അതാണ്. ലേസറിന്ന് പ്ലേറ്റ്സ് ഒക്കെ കട്ടായ ശേഷം ഈ ഏരിയയ്ക്ക് വരും. ഇവിടെ വന്ന് മൊത്തം വെൽഡിംഗ് ഒക്കെ ചെയ്തതിന് ശേഷം എല്ലാം മൊത്തം ക്ലീൻ ചെയ്ത ശേഷം ഇവിടെ നിന്ന് നേരെ പൗഡർ കോട്ടിംഗ് ഏരിയയ്ക്ക് പോകും. നമ്മുടെ ലേസറുള്ള പോലെ CNC കട്ടിംഗ് മെഷീനും ഉണ്ട്. ഇത് റോബോട്ടിക് ടൈപ്പാണ്. ഹോളോ ബ്ലോക്കിനും പേവർ ബ്ലോക്കിനും നമ്മൾ പൗഡർ കോട്ടിംഗ് മാത്രമേ ചെയ്യാറുള്ളൂ. അപ്പൊ ഇവിടെ മൊത്തം ഫ്രെയിം ഒക്കെ ക്ലീൻ ചെയ്ത ശേഷം ഇവിടെ വരും. ഇവിടെ വന്നിട്ട് മൊത്തം പുറത്ത് വെച്ച് പൗഡർ ചെയ്ത ശേഷം അകത്ത് കയറ്റും. ഈ ഫർണസിന്റെ അകത്ത് കയറ്റിയ ശേഷം ഹീറ്റായിട്ട് പുറത്ത് വരും. കാരണം എന്താ വെച്ചാൽ പൗഡർ കോട്ടിംഗ് ചെയ്യുമ്പോൾ പെയിന്റിന്റെ ലൈഫ് കൂടുതലാണ്. സാധാരണ സ്പ്രേ പെയിന്റിനെക്കാട്ടിലും പൗഡർ കോട്ടിങ്ങിന്റെ ഡ്യൂറബിലിറ്റി കൂടുതലാണ്. അപ്പൊ ഇത്ര നേരം മെഷീനറീസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കി. അപ്പൊ ഇതൊക്കെ റെഡി ടു ഡിസ്പാച്ച് ആണ്. മെഷീനറി അസംബ്ലി ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ എല്ലാം റെഡി ടു ഡിസ്പാച്ച് ആണ്. എല്ലാ കസ്റ്റമറും നേരിട്ട് വിസിറ്റ് ചെയ്തിട്ട് ഡെമോ ഒക്കെ ചെക്ക് ചെയ്തിട്ടാണ് ഇവിടുന്ന് പോകുന്നത്. നമുക്ക് ഏജൻസിയോ ആരുമില്ല. ഡയറക്റ്റായി വിസിറ്റ് ചെയ്യുക. നിങ്ങൾ ഇവിടെ നിന്ന് ക്വാളിറ്റി ചെക്ക് ചെയ്ത ശേഷം ഓർഡർ തന്നാൽ മതി. നല്ല ക്വാളിറ്റി നമുക്ക് ചെയ്തു തരാൻ പറ്റും. ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. നേരിട്ട് വരൂ. നമ്മുടെ ലൊക്കേഷൻ വന്നിട്ട് കോയമ്പത്തൂർ അന്നൂരാണ്. ഞങ്ങളുടെ നമ്പർ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട്. നേരിട്ട് വിളിച്ചോളൂ. നേരിട്ട് വിസിറ്റ് ചെയ്തിട്ട് ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ട് ഓർഡർ തന്നാൽ മതി. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ശുഭദിനം.